നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഹമാസ് എന്ന ഭീകര സംഘടന ഭൂമിയിൽ നിലകൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും പലസ്തീന്റെ പേര് പറഞ്ഞ് ആണ് എങ്കിലും ആ രാജ്യത്തിനോ അവിടുത്തെ ജനങ്ങൾക്കോ ഗുണം വരുത്തുന്നതല്ല എന്നും, മറിച്ച് അവിടുത്തെ അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ മനഃപൂർവ്വം മനുഷ്യകവചമാക്കി ഇസ്രായേലിനെ ചൊറിയുകയും ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇരവാദവും കരച്ചിലും മുഴക്കി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ സംഭാവന പിരിച്ച് അർമാദിക്കുവാനാണ് എന്നും മുൻപ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നടപ്പിലാക്കിയിരിക്കുന്ന വെടിനിർത്തൽ യാദൃശ്ചികമായി അവസാനിക്കുകയും പുതിയ കരാറിന് പകരം ഇസ്രായേലിനെയും അമേരിക്കയും പ്രകോപിപ്പിച്ച ഹമാസ് അടുത്ത യുദ്ധത്തിന് കളമൊരുക്കുകയും ചെയ്തതോടെ ഹമാസിന്റെ കൗഢില്യങ്ങൾ വീണ്ടും പച്ചയായി വെളിപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അടിവേര് മാന്തി പുറത്തെടുക്കത്തക്ക നിലയിൽ ഇസ്രായേൽ യുദ്ധം ചെയ്ത് അവർ ബന്ദികളാക്കി വെച്ച തങ്ങളുടെ പൗരന്മാരെ പുറത്തെത്തിക്കാൻ മാത്രമായിരുന്നു ഇതെല്ലാം ചെയ്തത്. ബന്ദികളെ മോചിപ്പിച്ച് സമവായത്തിന് വഴി തേടിയില്ല എങ്കിൽ ആക്രമണം രൂക്ഷമാകുമെന്ന് ഇസ്രായേൽ ഇടയ്ക്കിടെ നൽകിയ മുന്നറിയിപ്പുകളെ തരം പോലെ അവഗണിച്ചായിരുന്നു ഹമാസ് ഗാസയ്ക്ക് കനത്ത ആൾനാശവും നഷ്ടങ്ങളും നേടിക്കൊടുത്തത്. കഴിഞ്ഞ ജനുവരി 19 അതിനടുത്ത ദിവസം അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോകുന്ന ട്രംപിന്റെ സ്ട്രാറ്റജിക്കൽ മൂവോടെ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. അന്ന് ഉറപ്പിച്ച പരസ്പര ധാരണയിൽ പരസ്പരം ബന്ദികളെ കൈമാറുകയായിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന തരത്തിലുള്ള പലതരം നീക്കങ്ങളും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നെതന്യാഹുവും ട്രംപും നൽകുകയുണ്ടായി. ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് സമവായത്തിൽ എത്തിയില്ല എങ്കിൽ സകല നരകങ്ങളും ഗാസയിൽ കത്തുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഡൊണാൾഡ് ട്രംപ് നൽകിയത്. കൊല്ലിക്കുന്നത് തങ്ങളാണ് എങ്കിലും ചാകുന്നത് തങ്ങളല്ലല്ലോ എന്ന മട്ടിൽ അതെല്ലാം അവഗണിച്ച ഹമാസ് ആക്രമണം ആരംഭിക്കുന്നത് വരെ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് മുന്നറിയിപ്പുകൾക്കും ആത്മസംയമനങ്ങൾക്കും ഒടുവിൽ കനത്ത തിരിച്ചടിയായിട്ട് ഇസ്രായേൽ കളത്തിലിറങ്ങിയപ്പോൾ 500-നടുത്ത് ആളുകൾ ഇസ്രായേലിന്റെ തീമഴയിൽ ചാമ്പലാവുകയും 600-നടുത്ത് ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആക്രമണത്തിന് കളമൊരുക്കിയ ഹമാസ് ഇപ്പോൾ നോമ്പുകാലത്ത് ഇസ്രായേൽ ആക്രമിച്ചുവെന്നും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെന്നുമൊക്കെ പറഞ്ഞ് പതിവ് പോലെ വിലാപം തുടരുകയായിരുന്നു. എന്നാൽ കൃത്യമായ നിരീക്ഷണത്തിന്റെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ ഹമാസ് തീവ്രവാദികളെ മാത്രമാണ് തങ്ങൾ നിഗ്രഹിച്ചത് എന്നും അതിനിടയിൽ സ്ത്രീകളോ കുട്ടികളോ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് തീവ്രവാദികളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ സേനയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പരസ്പരമുള്ള ധാരണകൾക്ക് അനുസൃതമായി 1ാം ഘട്ട വെടിനിർത്തൽ വിജയകരമായി പര്യവസാനിച്ചുവെങ്കിലും 2ാം ഘട്ട വെടിനിർത്തലിന് മുന്നോടിയായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നതടക്കം ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. ഹമാസിന്റെ വേര് അറുക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നവർ തീർത്തു പറയുകയും ചെയ്തു. ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്ക കാട്ടിയ സമദൂര സഹകരണമല്ല ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കുന്നത്. മറിച്ച് ഇസ്രായേൽ എന്ത് ചെയ്താലും അതിനെ കട്ടയ്ക്ക് കൂടെ നിന്ന് പിന്തുണയ്ക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ആജന്മ ശത്രു കൂടിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതോടെ കുപിതരായ ഹമാസ് തങ്ങളുടെ തടവിലുള്ള 51 യഹൂദന്മാരെയും കൊന്നൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയെങ്കിലും ഇത് അന്തിമ യുദ്ധമാണെന്ന് ഉറപ്പിച്ച് രംഗത്തിറക്കിയിരിക്കുന്ന ഇസ്രായേൽ ആ 59 തടവുകാരെ ഹമാസ് കൊന്നാലും വേണ്ടില്ല, ഹമാസിനെ തീർക്കുമെന്ന് തന്നെ ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ അതിനുള്ള നട്ടല്ലുറപ്പ് ഹമാസിനില്ല എന്ന് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടുന്നത്. അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത്. ഗാൻ യൂനീസിൽ ഇസ്രായേലി ടാങ്കുകൾ കരയാക്രമണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഗാസ സിറ്റി, റഫ, ഗാൻ യൂനീസ് എന്നിവിടങ്ങളിൽ ഒരേ സമയം ആക്രമണം. ഈ ആക്രമണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഗാസയിലെ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രിയും ഹമാസ് നേതാവുമായ മഹ്മൂദ് അബു വഫായെയും തീർത്തു എന്നുള്ളതാണ്.
ജനുവരി 19 വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും കനത്ത ആക്രമണമാണിത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചാലും സമാധാന നിർദ്ദേശങ്ങൾ നിരസിച്ചതിനാലുമാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തു. പലസ്തീനിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത ഹമാസ് എന്ന ഭീകര സംഘടന ചോരക്കളി നിർത്തിയാൽ ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. എന്നാൽ അതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ഹമാസ് എന്ന ഈ ഭീകര സംഘടന തന്നെയാണ്. ആ ചതിയന്മാർ ആഗ്രഹിക്കുന്നത് പലസ്തീന്റെ സമാധാനമോ മോചനമോ ഒന്നുമല്ല, സമാധാനപരമായ ജീവിതവുമല്ല. മറിച്ച് അവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ ആ വകുപ്പിൽ കിട്ടുന്ന ഡെത്ത് മണി മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇസ്രായേലിനെ ചൊറിയുന്നത് നിർത്തിയിട്ട് ഹമാസ് ആയുധം താഴെ വെച്ചില്ല എങ്കിൽ പശ്ചിമേഷ്യയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇതിന് വേറെ ഒരു വശം കൂടിയുണ്ട്. ഇസ്രായേലിന്റെ കൈകൊണ്ട് ഗാസയിലെ പാവങ്ങൾക്ക് പെടുമരണം ഉണ്ടാകരുതെന്ന് കരുതി ലോകശക്തിയായ അമേരിക്ക ഹമാസ് തീവ്രവാദികളെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കൂടപ്പിറപ്പുകളുടെ ചോര കാണാതെ ആഹാരം ഇറങ്ങാത്ത ക്രൂരന്മാരും സമാധാനം ആഗ്രഹിക്കാത്ത ആഗോള തീവ്രവാദികളുമായവർ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു എന്നും അതുകൊണ്ടാണ് അവർ ഹമാസിനെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നും പറഞ്ഞ് ആഹ്ലാദിക്കുകയുണ്ടായി. പോത്തിനോട് വേദമോദി മെനക്കെടാതെ ഹമാസിനെ വേരോടെ പറിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനെ ഏൽപ്പിച്ച അമേരിക്ക ഹൂത്തി തീവ്രവാദികളെ നിഗ്രഹിക്കേണ്ടതിനായി യമനിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ് പിന്നീട് ചെയ്തത്. കൂട്ടക്കുരുതിയാണ് യമനീസ് പാളയത്തിൽ നടന്നത്. ഇനി ചർച്ചയ്ക്ക് സ്കോപ്പില്ല. വിട്ടുവീഴ്ചകൾക്കും ഇസ്രായേൽ തയ്യാറല്ല. ഹമാസിനെ റൂട്ട് ഔട്ട് ചെയ്യുക, അത് മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനായി കരയാക്രമണം കൂടി ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ്. പലസ്തീനിലെ സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ തുറന്നു ഇട്ടിരിക്കുന്ന വഴിയിലൂടെ ഈജിപ്തിലേക്ക് പോകുവാനാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ പലസ്തീനികൾക്ക് മികച്ച സംരക്ഷണവും ചികിത്സയും ആഹാരവുമെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഏതായാലും ഹമാസ് എന്ന ഭീകരജീവികൾ ഇല്ലാത്ത വിധത്തിൽ ഗാസയെ ക്ലീൻ ആക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഹമാസന്മാർ മനസ്സിലാക്കുക. കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതിനിടയിലാണ് മണ്ണിനടിയിൽ പോകാതെ ശേഷിക്കുന്ന ഏക ഹമാസ് നേതാവായ ഖാലിദ് മാർഷൽ എന്ന ഭീകരൻ ഒക്ടോബർ 7 ആക്രമണം ജിഹാദിന്റെയും പ്രതിരോധത്തിന്റെയും ശക്തമായ മാർഗമാണ് എന്നും ജിഹാദ് തുടരണമെന്നും അങ്ങനെ മാത്രമേ ഇസ്രായേലിനെ കീഴടക്കാൻ ആവുകയുള്ളൂ എന്നും നമ്മുടെ അവകാശങ്ങൾ സ്വായത്തമാക്കാൻ അതേ ഉള്ളൂ വഴിയെന്നും പലസ്തീനിലെ ജനങ്ങൾ ഒരിക്കലും ആയുധം ഉപേക്ഷിക്കുകയില്ലെന്നും കിഴക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലല്ല യുദ്ധക്കളത്തിലാണ് പലസ്തീന്റെ ഭാവി കെട്ടിപ്പടുത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. طريق الجهاد والمقاومة هو الذي يستعيد الأوطان ويستعيد الكرامة والحرية ويحرر الأسرى. أوسلو حررت قليلا من الأسرى، لكن صفقة الأحرار والطوفان أعادت بفضل الله تعالى الآلاف من أسرى شعبنا. العالم في عواصمه الكبرى لا يحترم إلا الأقوياء، فنريد من قادة الأمة أن يكونوا أقوياء. ولذلك هنا نريد أن نثبت: لن تكون غزة إلا لأهلها. لن يخرج أحد من غزة أو من الضفة مستبدلا وطنه، ولن يحكم أهل فلسطين إلا أهلها، ولا نظام سياسي يفرض على أهل فلسطين، ولا ينزع سلاح شعب ما زال تحت الاحتلال. لا يرسم المستقبل في أي من عواصم الغرب أو الشرق، إنما ترسم الحقوق. അണികളെ പിരികേറ്റി ആയുധവും കൊടുത്ത് പടക്കളത്തിലേക്ക് ഇറക്കിയിട്ട് ഖത്തറിലെ AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഭീകരന്റെ കലാപാഹ്വാനമായിരുന്നു അത്. ഹമാസിനെ പോരാളികളും സേനാനികളുമാക്കി ഡെക്കറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രക്ഷോഭങ്ങളും ജാഥകളും നടത്തുകയും ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ച കോൺഗ്രസ് MP-യുടെ ചോരയ്ക്കായി നിലവിളിച്ചവർക്കും ധാർമ്മികത എന്നൊന്ന് ഉണ്ടെങ്കിൽ ഈ ഭീകരന്റെ കലാപാഹ്വാനത്തിന് അവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇതുവരെ കൈക്കൊണ്ടത് നയതന്ത്രപരമായ നിലപാട് തന്നെയായിരുന്നു. എല്ലാ കാലത്തും ഇന്ത്യക്കൊപ്പം വിശ്വസ്തയോടെ നിന്നിട്ടുള്ള ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഒപ്പം പലസ്തീൻ യുദ്ധക്കെടുതിയിൽ വേദന അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യുകയും സമാധാനപരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയും ഇന്ത്യ ചെയ്തിരുന്നു. എന്നാൽ ഹമാസിന്റെ യുദ്ധക്കൊതി മൂലം സ്ഥിതിഗതികൾ വീണ്ടും വഷളായതിനാൽ മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും ഉടനെ മോചിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം ഹമാസിന് നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വരികയും ചെയ്തു. തടവിലുള്ള ബന്ദികളെ ഹമാസ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഇടയ്ക്ക് ഇന്ത്യയുടെ പ്രസ്താവനയെ പലരും കോമഡിയായി ചിത്രീകരിച്ചു. പക്ഷേ ഇന്ത്യയുടെ ബുദ്ധിയുപദേശം ഏൽക്കുകയുണ്ടായി.
നേരം ഇരുട്ടുന്നതിന് മുൻപ് കീഴടങ്ങാമെന്നും ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏത് നിർദ്ദേശവും അംഗീകരിക്കാമെന്നും ചർച്ചയ്ക്ക് സന്നദ്ധരാണ് എന്നും വ്യക്തമാക്കിയ ഹമാസന്മാർ മഷാലിന്റെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. UK ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അൽ അറബി അൽ ജദീദ് പത്രമാണ് ഹമാസിന്റെ ഈ തീരുമാനത്തെ വെളിപ്പെടുത്തിയത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന്റെ മുന്നിലേക്ക് ഹമാസ് സറണ്ടർ ചെയ്യുന്നതും അമേരിക്കയോ ഇസ്രായേലോ മുന്നോട്ട് വെക്കുന്ന ഏതു തരം വെടിനിർത്തലിനും തങ്ങൾ തയ്യാറാണെന്ന കാര്യം ഹമാസ് തുറന്ന് സമ്മതിച്ചിരിക്കുന്നതും യുദ്ധത്തിന് വഴിത്തിരിവായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകത്തിലെ സമാധാനാകാംക്ഷികൾ. തലമുറകളായി മുനമ്പത്ത് താമസിക്കുന്ന 610ഓളം കുടുംബങ്ങളെ പട്ടയമുള്ള സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിടുന്ന തരത്തിൽ അവരെ വായ് പുലർന്ന് വിഴുങ്ങാൻ അലറിയെടുത്ത വഖഫ് ഭീകരതയെ അവർ അനിതര സാധാരണമായ വീര്യത്തോടെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. മുനമ്പം ഭൂമിയുടെ വിപണന സാധ്യത മുന്നിൽ കണ്ട് വെറിയിളകിയ ചിദ്രശക്തികൾ ചതിക്കടികൾ ഒരുക്കി അടുത്തപ്പോൾ മുതൽ വിവേകത്തോടെ അത് തിരിച്ചറിഞ്ഞ മുനമ്പം നിവാസികൾ അതിന് കൃത്യമായ പ്രതിരോധം തന്നെ തീർക്കുവാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തിനധികം പറയുന്നു, തങ്ങളുടെ ഭൂമിക്ക് അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ ഉയർത്തി തർക്കത്തിന് മുതിർന്നവരുടെ മുന്നിൽ സ്വന്തം ഭൂമി വീണ്ടും വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോലും തങ്ങളുടെ നീതിയും സത്യവും തെളിയിക്കേണ്ടതിന് മുനമ്പം നിവാസികൾ നിർബന്ധിതരായി എന്നതാണ് വാസ്തവം. എന്നിട്ടും വിടാതെ പിന്തുടരുന്ന വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഖഫ് നിയമ ഭേദഗതി എന്ന ഒറ്റ മാർഗമല്ലാതെ വേറെ വഴി മുന്നിൽ ഇല്ല എന്നറിഞ്ഞ മുനമ്പം ജനത ഒരു വലിയ സമരത്തിന് തുനിഞ്ഞ് ഇറങ്ങുകയായിരുന്നു. ഭൂമി കയ്യേറാനുള്ള നോട്ടീസ് നൽകി കാത്തിരുന്ന വഖഫ് ഭീകരതയുടെ ധിക്കാരപരവും മനുഷ്യത്വരഹിതവുമായ നീക്കങ്ങൾക്കുള്ള കൃത്യമായ പ്രതിരോധമെന്നവണ്ണം മുനമ്പം വേളാങ്കണ്ണി പള്ളിക്ക് അപ്പുറത്ത് കഴിഞ്ഞ 5 മാസങ്ങൾക്കപ്പുറത്ത് കെട്ടിയുയർത്തിയ പന്തലിൽ അവർ ആരംഭിച്ച റിലേ നിരാഹാര സമരം എന്തു വിധേനയും അട്ടിമറിക്കാൻ വഖഫിന്റെ പേരിൽ കെട്ടിയിറക്കപ്പെട്ട കടലാസ് സംഘടനകളെക്കാൾ വീറോടെ മുന്നിട്ട് നിന്നത് കേരളത്തിലെ ഭരണകൂടവും ചിലരുടെ വിഷയങ്ങൾ വരുമ്പോൾ അസ്തിത്വബോധവും ഉത്തരവാദിത്വവും മറന്നുകൊണ്ട് പാർട്ടി അണികളെക്കാൾ പെരുത്ത യജമാന ഭക്തി കാട്ടി കല്ലരിക്ക് വക ഉറപ്പിക്കുന്ന പ്രതിപക്ഷവുമായിരുന്നു. അതിനവർ നിയമസഭയ്ക്കകത്ത് നികൃഷ്ടമായ കളികൾ കളിച്ചിട്ട് മുനമ്പത്തേക്ക് നോക്കി ഞങ്ങൾ മുനമ്പത്തുകാർക്ക് ഒപ്പമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടത്തിയത് അങ്ങേയറ്റം തരം താണ പൊറാട്ട് നാടകങ്ങൾ തന്നെയായിരുന്നു. മുനമ്പത്തിന് മുൻപ് UP, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടക്കം പലയിടത്തും വഖഫ് ഭീകരത അനേകം പാവങ്ങളുടെ പുരയിടത്തിന്റെ അടിയാധാരം ലാക്കാക്കി എറിഞ്ഞിട്ടുണ്ട്. അവരിൽ പലരും നെഞ്ചത്തടിച്ചുകൊണ്ട് കുടിയിറക്കപ്പെട്ട് പുറത്തുപോയപ്പോൾ വഖഫ് ഭീകരതയുടെ തിന്മകളെ ദേശീയ അന്തർദേശീയ തലത്തിൽ തുറന്നു കാട്ടിയത് മുനമ്പത്തെ സമര പോരാളികളായിരുന്നു. അങ്ങനെ കോൺഗ്രസ് സർക്കാർ വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ആധിക്യത്തിൽ പരമോന്നത നീതിന്യായ കോടതിക്ക് മുകളിൽ വഖഫ് ബോർഡിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർക്ക് നൽകിയ അന്യായ അവകാശങ്ങൾ പൊളിച്ചെഴുതാൻ BJP സർക്കാർ തയ്യാറാവുകയായിരുന്നു. അതിൽ അസ്വസ്ഥത പൂണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപാട് പ്രതിഷേധിച്ചതിനൊടുവിൽ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ ബില്ല് പാസാക്കി വിട്ടു. തങ്ങൾക്ക് വോട്ട് ചെയ്തവരും തങ്ങളുടെ സഹോദരങ്ങളും ആയവരുടെ കഞ്ഞിയിലാണ് മണ്ണ് വാരിയിടുന്നത് എന്ന് ഓർക്കാനോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനോ എറണാകുളംകാരോ ക്രൈസ്തവരോ ആയ ഒരു MLA-മാർക്കും തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ആ വിഷയത്തിൽ അവർ സയാമീസ് ഇരട്ടകളെ പോലെ പൊട്ടി നിൽക്കുകയായിരുന്നു. 610 കുടുംബങ്ങൾ അതിജീവനത്തിനായി നിലവിളിക്കുമ്പോൾ അതിനോട് അല്പമെങ്കിലും സഹാനുഭൂതി കാണിക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞു നിന്ന് പൊതുജനങ്ങളെ കഴുതകളാക്കാൻ മത്സരിക്കുന്ന ഈ അധികാര കൊതിയന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ പ്രമേയം കൊണ്ട് അവരെ മുറിവേൽപ്പിക്കുകയില്ലായിരുന്നു. എന്നിട്ട് ഉളുപ്പ് ലെവലേശമില്ലാതെ മുനമ്പത്ത് വന്ന് മുനമ്പത്തേത് വഖഫിന്റെ ഭൂമി അല്ല എന്നും തങ്ങൾ മുനമ്പക്കാർക്ക് ഒപ്പമാണ് എന്നും മുനമ്പത്തെ പ്രശ്നം അരമണിക്കൂർ കൊണ്ട് തീർക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രഹസനങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹസനങ്ങൾ നടത്തിയത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. മുസ്ലിം സംഘടനകൾക്കൊപ്പം ലീഗിലെ ചില നേതാക്കന്മാരും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ മടക്കി ഉത്തരത്തിൽ വെച്ചിട്ട് തനി സ്വഭാവം കാട്ടി പ്രസ്താവന നടത്തിയപ്പോൾ മുനമ്പത്തെ ഭൂമി ആരുടേതാണെന്ന് അന്വേഷിക്കണമെന്ന തരത്തിലായിരുന്നു സതീശന്റെ നിലപാടുകൾ കൂപ്പുകുത്തിയത്. ഏതായാലും അനുഭാവത്തിന്റെ വായ്പാട്ട് കൊണ്ടൊന്നും മുനമ്പങ്കാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങത്തില്ലെന്ന് ഉറപ്പായപ്പോഴാണ് റിട്ടയേർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനാക്കി കളത്തിൽ ഇറക്കി
മുനമ്പത്തെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോ ശരിയാക്കി തരാമെന്നും സർക്കാർ മുനമ്പംകാർക്ക് ഒപ്പമാണ് എന്നുമുള്ള ഇണ്ടാസുമായി സർക്കാർ കളത്തിലിറങ്ങുന്നത്. മന്ത്രിമാരായ പി രാജീവും വി അബ്ദുറഹ്മാനും കമ്മീഷന്റെ ആധികാരികതയെയും സർക്കാരിന്റെ പ്രതിബദ്ധതയെയും കുറിച്ച് നടത്തിയത് വലിയ തള്ളി മറിക്കലുകളായിരുന്നു. മുനമ്പമടക്കം വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിലെല്ലാം തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വഖഫ് ട്രിബ്യൂണലിലാണ് എന്ന യാഥാർത്ഥ്യം മുഴച്ചു നിൽക്കെ കമ്മീഷനെ ഇറക്കിക്കൊണ്ട് സർക്കാർ നടത്തുന്നത് നിർലജ്ജമായ കബളിപ്പിക്കലാണ് എന്ന് മുനമ്പംകാർക്കടക്കം ഏവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവരെ ബുദ്ധിയില്ലാത്തവരെന്ന് കരുതി സർക്കാർ ഇറങ്ങിയത് ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയായിരുന്നു. രാമചന്ദ്രൻ കമ്മീഷൻ വെള്ളാനയാണ് എന്നും അതുകൊണ്ട് മുനമ്പംകാർക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ഉറപ്പുണ്ടായിട്ടും മുനമ്പംകാർ മാന്യമായി കമ്മീഷനോട് സഹകരിച്ചു. ഹിയറിങ്ങുകളും വിവരശേഖരണങ്ങളും ഒക്കെയായി കമ്മീഷൻ പണിയെടുത്തുവെങ്കിലും കമ്മീഷനെ വെക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന കൃത്യമായ ചോദ്യവുമായി കോടതി രംഗത്തെത്തുകയുണ്ടായി. പൊതുജനങ്ങളെ കഴുതകളാക്കുന്ന കണ്ണിങ് ടോക്ക് കോടതിയിൽ പറ്റില്ലല്ലോ. വെറുതെ മുനമ്പംകാരെ കുറിച്ച് പഠിക്കാനാണ് എന്ന് പറഞ്ഞ് തടി തപ്പേണ്ട ഗതികേടിലേക്ക് അഡ്വക്കേറ്റ് ജനറൽ എത്തുകയുണ്ടായി. കോടതി എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഏവർക്കും ഉറപ്പുണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ സംഭവിക്കുകയും ചെയ്തു. സർക്കാരിന്റെ വാക്കുകളെ മുഴുവൻ കാറ്റിൽ പറത്തിയും സർക്കാരിന് കനത്ത പ്രഹരമേൽപ്പിക്കും ജുഡീഷ്യൽ കമ്മീഷന് അധികാരം ഒന്നുമില്ല എന്നും കമ്മീഷന്റെ നിയമനം ആധികാരികമല്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി. രാമചന്ദ്രൻ കമ്മീഷനെ നിർവീര്യമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അങ്ങേയറ്റം നിർണായകമായ ഈ വിധിയോടെ സമക്ഷത്തിൽ കനത്ത പ്രഹരമേറ്റ് വലിച്ചു കീറപ്പെട്ടത് ജനാധിപത്യ രാജ്യത്ത് സാധാരണക്കാർ നടത്തുന്ന അതിജീവന സമരത്തിന് നേരെ പിണറായി സർക്കാർ കാട്ടിയ ക്രൂരമായ അനാസ്ഥയും കണ്ണിൽ ചോരയില്ലാത്ത ചതിയും കടുത്ത പക്ഷപാതപരമായ നീക്കങ്ങളുമാണ്. അതേക്കുറിച്ച് മുനമ്പം വിഷയത്തിൽ ശക്തമായ വിശകലനങ്ങൾ നടത്തിയിട്ടുള്ള മുൻ അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ ഷെക്കേനയുടെ വളച്ചു കിട്ടാതെ എന്ന പ്രോഗ്രാമിൽ വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു. വഖഫ് ആക്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കില്ല. വഖഫ് ആക്ട് പ്രകാരം ഒരു വസ്തു വഖഫാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനെ റിവൈസ് ചെയ്യാൻ സാധിക്കുന്ന ഏക അതോറിറ്റി എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. അപ്പോൾ ഈ വിഷയം അങ്ങനെയുള്ള ഒരു അതോറിറ്റി വഖഫ് ട്രൈബ്യൂണലിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഫറൂഖ് കോളേജും വഖഫ് ബോർഡും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് 38 നമ്പർ ആയിട്ട് 2021 38 നമ്പർ കേസായിട്ട് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ നിൽക്കുകയാണ്. വഖഫ് ട്രിബ്യൂണലിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. ആ വിഷയം അതിന്റെ മുന്നിലുണ്ട്. ഇപ്പോ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിനെ 3 ഹെഡിങ്ങിനടിയിലാണ് പരിശോധിച്ചത്. ആദ്യമായിട്ട് ഈ വഖഫ് സംരക്ഷണ വേദിക്ക് ലോക്കസ് സ്റ്റാൻഡി ഉണ്ടോ ഈ റിപ്പറ്റീഷൻ കൊടുക്കാൻ. അതിന് അനുകൂലമായിട്ട് കോടതി കണ്ടെത്തി, കറക്റ്റ് ആയിട്ടാണ് കണ്ടെത്തിയത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ സർക്കാരിന് ഈ വഖഫ് സംരക്ഷണ വേദി പറഞ്ഞു ഇതുപോലെ ഒരു കമ്മീഷനെ നിയമിക്കാനേ സർക്കാരിന് അവകാശമില്ല. മൂന്നാമത്തെ ഹെഡിങ് ഈ കമ്മീഷന് സാധുത ഉണ്ടോ എന്നുള്ളത് അവിടെയാണ് കണ്ടെത്തിയത് കോടതി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിഷയം വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മീഷൻ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധ്യമല്ല. ഈ പറവൂർ കോടതി മുമ്പാകെ ഉണ്ടായിരുന്ന ഒരു ഇൻജങ്ഷൻ സൂട്ടാണ്. ഇൻജങ്ഷൻ സൂട്ട് എന്ന് പറയുമ്പോൾ ഉടമസ്ഥാവകാശമാണ് വരുന്നില്ല. ഉടമസ്ഥനായ ഒരു വ്യക്തി മറ്റാർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്യുന്ന ഹർജിയാണ് ഇൻജങ്ഷൻ സൂട്ട് എന്ന് പറയുന്നത്. അവിടെ ഈ ടൈറ്റിലിന്റെ പ്രശ്നമേ വരുന്നില്ല. വേറെ ടൈറ്റിൽ സൂട്ടാണെങ്കിൽ അവിടെയാണ് ഉടമസ്ഥതാ തർക്കം വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻജങ്ഷൻ സൂട്ടായിരുന്നു. അതില് പറവൂർ സബ് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻജങ്ഷൻ സൂട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉടമസ്ഥാവകാശം ഒരു റിലവന്റ് പോയിന്റ് അല്ല. ആ അപ്പീല് ഹൈക്കോടതി പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുത്ത ഒരു ഇഷ്ടദാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും വസ്തുതകൾ കോടതിയുടെ മുമ്പേ നിലനിൽക്കെ ഈ കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത് മനഃപൂർവ്വമല്ല. അവിടെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി ഹാജരാക്കിയിരുന്ന വക്കീലിന്റെ ഡ്യൂട്ടി ആയിരുന്നു ഈ കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കേണ്ടത്. ഈ കമ്മീഷനെ പിരിച്ചുവിടാനുള്ള ഒരു കാരണമായിട്ട് കോടതി പറയുന്നത് ഇത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്തെങ്കിലും ഈ പഠനം നടത്തിയതിനു ശേഷം
ഈ വസ്തുവിന്റെ നേച്ചറിനെ പറ്റി, അതായത് വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ ട്രൈബ്യൂണലിന് മുന്നിൽ നിലനിൽക്കുന്ന വിഷയം നേരെ ചൊവ്വേ അതിന്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രൈബ്യൂണലിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. വഖഫ് മുനമ്പം ഒരു വഖഫാണെന്ന് പറഞ്ഞിട്ട് പരവൂർ സബ് കോടതിയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ ഇതുവരെ ഒരു ഉത്തരവ് പറഞ്ഞിട്ടില്ല. ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം വരുന്ന നിമിഷം തന്നെ മുനമ്പം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ ഹൈക്കോടതി എന്ത് പറഞ്ഞില്ല എങ്കിൽ തന്നെയും അതൊന്നും തന്നെ ഭാവിയിൽ ഈ മുനമ്പത്തെ ബാധിക്കാൻ പോകുന്നില്ല. അത് അവർ പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് ഈ നിയമ ഭേദഗതി നിലവിൽ വരാൻ പ്രാർത്ഥിക്കുക. അതോടുകൂടി അവർക്ക് കേസും ഇളവൊക്കെ മതിയാക്കാം. വിത്തിൻ എ മന്ത് ഓർ സോ സർക്കാരിന് അവരുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തിരിച്ചു കൊടുക്കപ്പെടേണ്ടി വരും. പിന്നെ എന്തായാലും അത് സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഈ വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ ഈ കേസുമായിട്ട് പോകേണ്ടി വരികയാണ് എങ്കിൽ അവർ ഈ കേസിൽ അപ്പീൽ കൊടുത്തതിന് ശേഷം ഈ തെറ്റായ പരാമർശം ആ ജഡ്ജിമെന്റിൽ നിന്നും നീക്കിത്തരാൻ ആവശ്യപ്പെടുന്നു. കാരണം ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. ഭേദഗതി നിയമം പാസ്സാക്കിയത് വെല്ലാൻകൂടും. ഇനി അങ്ങനെ വരാത്ത പക്ഷം അവർക്ക് ഈ ഇന്നലത്തെ കോടതിയുടെ പരാമർശം ഭാവിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു പ്രശ്നമായി മാറി. വഖഫ് സംരക്ഷണ വേദി എന്നും സമിതി എന്നുമൊക്കെ പറഞ്ഞ് കടലാസ് സംഘടനകളുമായി രംഗത്തിറങ്ങി 3 ഹർജിക്കാർ ഇത് അവരുടെ നേട്ടമാണെന്നും മുനമ്പംകാരുടെ പരാജയമാണ് എന്നും പറഞ്ഞും രംഗത്ത് ഇറങ്ങിയെങ്കിലും മുനമ്പത്തെ സാധുക്കളെ പറ്റിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് പാളിയതും കള്ളി വെളിച്ചത്തായതും. ഈ പത്തരമാറ്റ് ചതിയെക്കുറിച്ച് മുനമ്പംകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അന്നും ഇന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ നിലവിലുള്ള വഖഫ് നിയമം മാറ്റി എഴുതണമെന്ന് തന്നെയായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരരുത് എന്ന വഖഫ് ഭീകരതയ്ക്കൊപ്പം വാഞ്ചിക്കുന്നവരാണ് കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും. തങ്ങൾ മുനമ്പത്തുകാർക്കൊപ്പമാണെന്ന് മുനമ്പത്ത് വന്ന് തട്ടിമൂളിച്ച വായ്ത്താരികളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ വഖഫ് ഭേദഗതി ബില്ലിനൊപ്പം നിൽക്കുകയും ലോകസഭയിലും രാജ്യസഭയിലുമുള്ള ഇവരുടെ പ്രതിനിധികളോട് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള നട്ടെല്ലുറപ്പ് ഇവർക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ജുഡീഷ്യൽ കമ്മീഷനെ കോടതി എടുത്ത് ആറ്റിൽ എറിഞ്ഞതോടെ മുനമ്പംകാർ എല്ലാവരും വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിൽ ഒത്തുകൂടി തങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുണ്ടാക്കിയ കമ്മീഷനെ കോടതി ദൂരെ എറിഞ്ഞില്ലേ, ഇനിയുമുണ്ടോ പറ്റിപ്പ് എന്ന് ചോദിച്ചുകൊണ്ട് ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയുണ്ടായി. ഈ കലിപ്പൻ സീനിലേക്ക് മൈക്കും തൂക്കി ആദ്യം എത്തിയത് മുനമ്പംകാരെ ആകുന്നത്ര ദ്രോഹിച്ച വർഗീയ ചാനലായിരുന്നു. കുത്തിത്തിരിപ്പുകാരെ കണ്ട് കുപിതരായ ജനം ക്രൂദ്ധരായി പാഞ്ഞെടുക്കുകയുണ്ടായി. സമരത്തിന് നേതൃത്വം കൊടുത്തവർ സമയോചിതമായി ഇടപെട്ടതിനാൽ കൈവപ്പ് വാങ്ങാതെ അവർ പള്ളി കോമ്പൗണ്ടിന് വെളിയിൽ ഇറങ്ങുകയുണ്ടായി. എന്നിട്ടും അവിടെ നിന്ന് പോകാതെ ചായയും വാങ്ങി നിന്നവരുടെ നേരെ വീണ്ടും നാട്ടുകാർ പാഞ്ഞെടുത്തതോടെ ഉള്ള ജീവനും കൊണ്ട് അവർ മറയുകയാണ് ചെയ്തത്. ഏതായാലും ഇനിയാണ് മുനമ്പംകാരുടെ കളികൾ കാണാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായി ബില്ല് പാസ്സാക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അവർ തീരുമാനിച്ചത്. കൂടാതെ വഖഫിന്റെ പേരിൽ കടലാസ് സംഘടനകൾ ഉണ്ടാക്കി തങ്ങളെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്ന മുജീബ് റഹ്മാൻ, നാസർ മനയിൽ, അബ്ദുൾ സലാം എന്നീ 3 പേർക്കെതിരെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി ഇവരുടെ സാമ്പത്തിക ഉറവിടങ്ങളും കേസ് നടത്താൻ ഇവരെ സഹായിക്കുന്നത് ആരെന്നും അവരുടെ രാഷ്ട്രീയ മത അജണ്ടകൾ എന്തൊക്കെയാണ് എന്നും എന്ത് കാരണത്താലാണ് ഇവർ മുനമ്പത്തുകാർക്കെതിരെ തിരിഞ്ഞത് എന്നും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും NIAയ്ക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനടുത്ത ദിവസം BJP ജനറൽ സെക്രട്ടറി MT രമേശും ഷോൺ ജോർജും ന്യൂനപക്ഷ മോർച്ച നേതാവ് ജിജി ജോസഫും മുനമ്പത്തെത്തി മുനമ്പംകാരെ അഭിസംബോധന ചെയ്തു. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ അതിനെ നഖശികാന്തം എതിർക്കാൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഗവൺമെന്റിന് ഈ വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല. കേരളത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിയാത്തത് കൊണ്ടല്ല. കേരളത്തിൽ നിസ്സഹായരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവർ എന്നേക്കുമായി അവിടെ കുടിയിറക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അതിന്റെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് 100% ബോധ്യമുണ്ടായിട്ടും അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തെ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എതിർക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല.
കേരളത്തിൽ മുനമ്പത്ത് മാത്രമല്ല ഈ വിഷയമുള്ളത്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സമാനമായിട്ടുള്ള പ്രശ്നം ഉയർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇതേപോലെയുള്ള സമരം നടത്താൻ, ഇതേപോലെ പ്രതിഷേധം ഉയർത്താൻ അവർക്ക് ധൈര്യം നൽകിയത് മുനമ്പത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരവും നിങ്ങളുടെ ആത്മധൈര്യവുമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ വഖഫിന്റെ ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും പറയുന്നത്. എങ്ങനെയാണ് ഈ ബില്ല് ഞങ്ങൾ അവതരിപ്പിക്കില്ല എന്ന് എറണാകുളത്തിന്റെ ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുക? ആകെയുള്ള കുറച്ച് ഭൂമി നഷ്ടപ്പെട്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന, ആ കടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കുറെ സാധുക്കളുടെ മുഖമോർമ്മയുണ്ടെങ്കിൽ 158 ദിവസമായി ഇവിടെ സമരമിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഒരാവർത്തിയെങ്കിലും ഓർക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് മിന്നി മാഞ്ഞു പോകുന്ന വേഗതയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖം ഒരു നിമിഷമെങ്കിലും മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കാർക്കും പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയില്ലായിരുന്നു. MT രമേശിന്റെ കയ്യിൽ മുനമ്പങ്കാർ തയ്യാറാക്കിയ ഭീമമായ ഹർജി ഏൽപ്പിക്കുകയുണ്ടായി. ഇതോടെ കളി കാര്യമായെന്ന് ബോധ്യമായ ഉദ്യോഗസ്ഥന്മാർ ചിത്തഭ്രമം വാദിച്ചവരെ പോലെ ഓടാൻ തുടങ്ങി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതായാലും കടലാസ് സംഘടനയുണ്ടാക്കി രംഗത്തിറങ്ങിയ മൂവർ സംഘത്തിനെതിരെയുള്ള എല്ലാ വിവരങ്ങളും കേന്ദ്ര ഏജൻസിയുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഇതോടെ ചില മധ്യസ്ഥന്മാർ ഇത്രനാളുമില്ലാത്ത പ്രശ്നപരിഹാരത്തിന്റെ ഫോർമുലകളുമായി രംഗത്തിറങ്ങുകയുണ്ടായി. പക്ഷേ മുനമ്പങ്കാർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ മുനമ്പത്തുകാരെ ഓലപ്പാമ്പിട്ട് പേടിപ്പിക്കാൻ ഇറങ്ങിയവരെല്ലാം അടപടലം പെട്ടിരിക്കുകയാണ്. പുറകെ താലൂക്ക് ഓഫീസ് പിക്കറ്റിംഗും മാർച്ചും തീരുമാനിക്കുകയും ചെയ്തു. മുനമ്പങ്കാരെ ആകുന്നത്ര ദ്രോഹിച്ച താലൂക്ക് ഓഫീസറിനും 6 മാസം മാത്രം കലക്ടറായിരിക്കുകയും കേവലം 2 ദിവസങ്ങൾ കൊണ്ട് 5500 ഫയലുകൾ തീർപ്പാക്കി എന്ന് പരാതി ഉയരുകയും ചെയ്ത കലക്ടർക്കും ഇവരുടെ അവിശുദ്ധ ഇടപാടുകൾക്കുമെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നിവേദനം നൽകിയതിനാൽ അന്വേഷണം ഉറപ്പായിരിക്കുകയുമാണ്. എല്ലാത്തിനും ഉപരിയായി ഒരു കാര്യത്തിനു കൂടി ഇവർ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. വഖഫ് ബില്ല് ലോക്സഭയിൽ എത്തുമ്പോൾ എല്ലാ MP-മാരും അതിനെ പിന്തുണയ്ക്കണം എന്നതാണ് അത്. ഏതെങ്കിലും ഒരു MP വോട്ടിൽ നിന്ന് വിട്ടുനിന്നാൽ അവരെ ബഹിഷ്കരിക്കാനും അവർക്കെതിരെ സമരം പ്രഖ്യാപിക്കാനും മുനമ്പത്തുകാർ തീരുമാനം എടുത്തിരിക്കുകയാണ്. എറണാകുളം MP-യുടെ സപ്തനാടികളും തളർന്നു പോകുന്ന തീരുമാനം തന്നെയാണ് ഇതെന്ന് പറയാതെ തരമില്ല. ഏതായാലും പാർലമെന്റ് വഖഫ് നിയമത്തിന് മേൽ ഭേദഗതികൾ വരുത്തി പുതിയ നിയമം പാസാക്കുക തന്നെ ചെയ്യും. അതോടെ ഈ കാര്യങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഏതായാലും ക്രൈസ്തവ സമൂഹത്തോടും അവരുടെ ആവലാതികളോടും കേരളത്തിലെ ഇടതു സർക്കാരും പ്രതിപക്ഷവും കാട്ടിയ കണ്ണിൽ ചോരയില്ലാത്ത ഈ ചതി ചരിത്രത്തിലെ തന്നെ വേറിട്ട ഒരു സംഭവമായി മാറി നിൽക്കുക തന്നെ ചെയ്യും. ന്യൂസ് ക്യാൻ ഇനി അടുത്തയാഴ്ച.